യെസ്, നമ്മളിനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തിലേക്കാണ് പോകുന്നത്. ഉപമുഖ്യമന്ത്രി സ്ഥാനത്തിന് ലീഗിന് അർഹതയുണ്ടെന്ന് മുനവർ അലി തങ്ങൾ പറയുന്നു. CH മുഹമ്മദ് കോയയും ഔക്കാദർ കുട്ടി നഹയും ഉപമുഖ്യമന്ത്രി ആയിരുന്നിട്ടുണ്ട്. ഇതിലിപ്പോൾ അവകാശവാദം ഉന്നയിക്കുന്നില്ല. എന്നാൽ ചർച്ചകൾ പുരോഗമിക്കുമ്പോൾ ആവശ്യപ്പെടുമോ എന്ന് പറയാനാവില്ലെന്നും മുനവർ അലി തങ്ങൾ പറഞ്ഞു. ഉപമുഖ്യമന്ത്രി സ്ഥാനം ഉണ്ടാകുമോ? അല്ല, ഉപമുഖ്യമന്ത്രി സ്ഥാനം ലീഗ് നേരത്തെ വഹിച്ചിട്ടുണ്ട്. അതിന് ഞങ്ങൾ അർഹരാണ്. പക്ഷെ അതൊരു ക്ലെയിമായിട്ട് ഞങ്ങളിപ്പോൾ ചോദിക്കുന്നില്ല. അർഹതയുണ്ട്. അത് നേരത്തെ CH മുഹമ്മദ് കോയ സാഹിബ് ഉപമുഖ്യമന്ത്രി ആയിട്ടുണ്ട്. ഔക്കാദർ കുട്ടി നഹ സാഹിബ് ഉപമുഖ്യമന്ത്രി ആയിട്ടുണ്ട്. ഇപ്പോൾ ഇനിയും അത് ഞങ്ങൾക്ക് അർഹതയുള്ളൊരു കാര്യമാണ്. പക്ഷെ അത് ക്ലെയിം ചെയ്ത് അത് നെഗോഷിയേറ്റ് ചെയ്യാൻ ഞങ്ങളില്ല എന്നുള്ളതാണ്. അർഹത ഉണ്ടല്ലോ. അർഹത വെച്ചാൽ നേരത്തെ നമുക്ക് കിട്ടിയിട്ടുള്ള സാധനം ആവശ്യം ഇപ്പൊ നമ്മളത് ആവശ്യപ്പെടുന്നില്ല എന്നുള്ളതാണ് നേരത്തെ നേതാക്കൾ പിന്നെ സൂചിപ്പിച്ചിട്ടുള്ളത്. അല്ല, ആ സമയത്തുള്ള ചർച്ചകളല്ലേ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ആ സമയത്തുള്ള ചർച്ചകളിൽ ആ സമയത്ത് നോക്കാം. ഡാൻ കുര്യൻ ചേരുന്നുണ്ട്. ഡാൻ, ലീഗിന്റെ ചിറകിലേറിയാണ് UDFന് ഭൂരിപക്ഷം കിട്ടിയാലും കിട്ടാൻ പോകുന്നത്. ലീഗ് അതിനകത്തൊരു കീ ഫാക്ടറാണെന്ന കാര്യത്തിൽ തർക്കമില്ല. നേരത്തെ തന്നെ ഉപമുഖ്യമന്ത്രി സ്ഥാനം ഞങ്ങൾ ആവശ്യപ്പെടില്ല എന്നതായിരുന്നു ലീഗ് നേതാക്കളുടെ നിലപാട്. പക്ഷേ ആ നിലപാടിലൊരു മാറ്റം വരുന്നു എന്നൊരു സൂചനയാണ്. ലീഗിൽ, കോൺഗ്രസിൽ, UDFൽ ഇതൊരു തർക്കവിഷയമായി മാറുമോ ഡാൻ, ഭൂരിപക്ഷം കിട്ടിയാൽ? ഒരു തർക്കങ്ങൾക്കും വഴിവെക്കാത്ത തരത്തിൽ ഒരു മൃഗീയ ഭൂരിപക്ഷമാണ് ലഭിക്കുന്നതെങ്കിൽ മുന്നണിയിലെ എല്ലാ ഘടകകക്ഷികളെയും ഒരുപോലെ തൃപ്തിപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു നീക്കത്തിലേക്ക് മാത്രമേ സീറ്റ് വിഭജനം അല്ലെങ്കിൽ മറ്റ് സ്ഥാന വിഭജനം അടക്കം മുന്നണിയിലെ എല്ലാ ഘടകകക്ഷികളെയും ഒരുപോലെ പരിഗണിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുമെന്ന് തന്നെയാണ് നേതാക്കൾ നൽകുന്ന വിശദീകരണം. മാത്രവുമല്ല, വടക്കൻ കേരളത്തിൽ വലിയൊരു സ്വാധീനമുണ്ടാക്കാൻ കോൺഗ്രസിന് കഴിയുന്നത് ലീഗിൻ്റെ കൃത്യമായൊരു സാന്നിധ്യം കൊണ്ട് തന്നെയാണ്. അത് സാമ്പത്തികമായും അല്ലാതെയും തെരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണ ഘട്ടങ്ങളിൽ കോൺഗ്രസിന് വലിയ തരത്തിൽ ഗുണം ചെയ്തിട്ടുണ്ട് എന്നുള്ള വിലയിരുത്തലാണ് നേതൃത്വം. അതുകൊണ്ട് തന്നെ അങ്ങനെയൊരു സ്ഥാനം ലീഗ് ആവശ്യപ്പെടുന്നതിന് മുമ്പ് ഒരുപക്ഷെ അങ്ങനെ ഒരു ഓഫർ നേതൃത്വം മുമ്പോട്ട് വെക്കാനുള്ള സാധ്യതയുമുണ്ട്. അങ്ങനെ സംഭവിച്ചാലും അത്ഭുതപ്പെടാനില്ല എന്നാണ് കോൺഗ്രസ് നേതാക്കൾ നൽകുന്ന സൂചന. അതായത് ലീഗ് അവിടെ ഒരു കീ ഫാക്ടറായി മാറിയിരിക്കുന്നു. ജയപരാജയം നിർണ്ണയിക്കുന്നതിൽ ലീഗിൻ്റെ കൃത്യമായ നിലപാട്, ലീഗിൻ്റെ സാന്നിധ്യം നിർണായകമായി മാറിയിട്ടുണ്ട്. അതുകൊണ്ട് അവരെ അങ്ങനെ അവഗണിക്കാൻ കഴിയില്ല എന്ന തരത്തിലുള്ള വ്യാഖ്യാനം. അതേസമയം കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ ലീഗായിരിക്കും ഭരണം നടത്തുക എന്ന തരത്തിൽ വലിയൊരു വൈരം നിറഞ്ഞ രാഷ്ട്രീയ പ്രചാരണം എതിർകക്ഷികൾ നടത്തിയിരുന്നു. അത് മറ്റ് ഭൂരിപക്ഷ സമുദായത്തിനിടയിലും ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾക്കിടയിലും ആശങ്കയുണ്ടാക്കുന്നതിന് വേണ്ടി ബോധപൂർവ്വം നടത്തിയ പ്രചാരണങ്ങളാണ് എന്നാണ് നേതൃത്വത്തിൻ്റെ വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ ഈ സാമുദായിക സമവാക്യങ്ങൾ ഉറപ്പുവരുത്തി എല്ലാ നേതൃത്വങ്ങളുടെയും അല്ലെങ്കിൽ എല്ലാ സാമുദായിക സംവിധാനങ്ങളുടെയും പിന്തുണയും വിശ്വാസവും ഉറപ്പാക്കിക്കൊണ്ട് മാത്രമേ മറ്റ് നടപടിക്രമങ്ങളിലേക്ക് കടക്കുകയുള്ളൂ എന്നുകൂടി നേതൃത്വം ഇപ്പോൾ അത്തരത്തിലുള്ളൊരു വിലയിരുത്തലുകളിലേക്കാണ് എത്തുന്നത്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ലീഗിനെ അർഹമായ പരിഗണന നൽകിക്കണ്ട ഒരുപക്ഷെ കേരളത്തിൽ സമീപകാലത്തൊന്നും ഒരു ഉപമുഖ്യമന്ത്രി പദം അങ്ങനെ ഒരു ചർച്ചയൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ അത്തരം ചർച്ചകളിലേക്ക് വരെ കാര്യങ്ങൾ മാറുന്ന തരത്തിലാണ് നിലവിലെ രാഷ്ട്രീയ സാഹചര്യമെന്നാണ് കോൺഗ്രസ് നേതാക്കളുടെ തന്നെ അടക്കം പറച്ചിൽ. അതാണ് സാഹചര്യം. ഡാൻ എന്തായാലും തുടരുക. MS അനീഷ് കുമാർ കൂടി നമുക്ക് ചേരുന്നുണ്ട്. അനീഷ്, എന്ത് സാഹചര്യത്തിലാണ് ലീഗ് നേതൃത്വം ഈ നിലപാട് പറയുന്നത്? മുനവർ അലി തങ്ങളുടെ നിലപാട് ലീഗിൻ്റെ ഒരു പൊതു നിലപാടായി നമുക്ക് കാണാൻ കഴിയുമോ? ഈ ആവശ്യം ഒരുപക്ഷെ തുടർ ചർച്ചകളിൽ ലീഗ് മുന്നോട്ട് വെച്ചാലും അത്ഭുതപ്പെടാനില്ല. തീർച്ചയായും നിലവിൽ അത്തരമൊരു അവകാശവാദം ഉന്നയിക്കുന്നില്ല എന്ന് പറയുമ്പോൾ പോലും ഉന്നയിക്കില്ല എന്ന് അദ്ദേഹം തീർത്തു പറയുന്നില്ല. അല്ലെങ്കിൽ നമ്മളൊരു ചോദ്യം ചോദിക്കുമ്പോൾ ലീഗിന് ഉപമുഖ്യമന്ത്രി സ്ഥാനത്തിൽ അർഹതയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അർഹതയുണ്ട് എന്ന് ആളുകളെ അടക്കം ചൂണ്ടിക്കാട്ടി, അതായത് CHനെയും ഒക്കെ അടക്കം ചൂണ്ടിക്കാട്ടി തങ്ങൾ ഇക്കാലത്ത് ഒരു കാലത്ത് ഇത് വഹിച്ചിരുന്നതാണെന്ന് പറയുമ്പോൾ ഇപ്പോഴും തങ്ങൾ വഹിക്കാൻ സന്നദ്ധരാണ്. കാരണം ഇപ്പോഴത്തെ നേതൃത്വം ലീഗിനെ സംബന്ധിച്ചിടത്തോളം വടക്കൻ കേരളത്തിൽ കോൺഗ്രസിനെ താങ്ങി നിർത്തുന്ന പോലും ലീഗ് എന്ന് നമുക്ക് പറയേണ്ടി വരും. പ്രത്യേകിച്ചും മലപ്പുറം ജില്ലയിൽ വലിയ അപ്രമാദിത്വം ലീഗിനുണ്ട്. ഒപ്പം കോഴിക്കോട് ജില്ലയിലേക്ക് പരിശോധിച്ചാൽ കഴിഞ്ഞ 15 വർഷമായി കോൺഗ്രസിന് ഒരു MLA-മാരെ പോലും വിജയിപ്പിക്കാൻ കഴിയാത്ത മണ്ഡലങ്ങളാണ്. അവിടെ ഇത്തവണ ഏതെങ്കിലും മണ്ഡലങ്ങളിലൊക്കെ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ വിജയിച്ചാൽ അതിൻ്റെ പിന്നിലെ ക്രെഡിറ്റ് പൂർണ്ണമായും ലീഗിന് അർഹതപ്പെട്ടതാണ് എന്നാണ് അവർ പറഞ്ഞു വയ്ക്കുന്നത്. ഇപ്പോൾ വടകരയിലായാലും നാദാപുരത്തായാലും കുറ്റ്യാടിയിലായാലും
പേരാമ്പ്രയിലായാലും ഒക്കെ ഒരു മാറ്റം വരുമ്പോൾ അത് ലീഗിൻ്റെ ഒരു പ്രവർത്തന മികവ് കൊണ്ട് തന്നെയാണ് ഈ കാര്യത്തിലേക്ക് എത്താൻ കഴിഞ്ഞതെന്ന് അവർ പറയും. കൊയിലാണ്ടിയിൽ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷൻ പ്രവീൺ കുമാർ മത്സരിക്കുമ്പോൾ പോലും അവിടെ പ്രചാരണ രംഗത്ത് ഏറ്റവും സജീവമായി നിൽക്കുന്നത് ലീഗാണ്. കഴിഞ്ഞ വടകര ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഷാഫി പറമ്പിൽ മത്സരിച്ചപ്പോഴും അവിടെ ആ ക്യാമ്പിനെ ഒന്നാകെ നയിച്ചത് ലീഗായിരുന്നു. അങ്ങനെ വടക്കൻ കേരളത്തിൽ മലപ്പുറത്തിനിപ്പുറത്തേക്കുമുള്ള ജില്ലകളിലൊക്കെ പോലും ലീഗാണ് ഒരു നട്ടെല്ലായി മാറുന്നത്. അതുകൊണ്ട് ന്യൂനപക്ഷ വോട്ടുകളുടെ ഒരു ഏകീകരണം ഉണ്ടായി എന്ന് ഈ തെരഞ്ഞെടുപ്പിൽ പ്രകടമായാൽ, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ അത് വ്യക്തമായാൽ ഉറപ്പായിട്ടും ലീഗ് ഉപമുഖ്യമന്ത്രി സ്ഥാനം ചോദിക്കും എന്നാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. എന്തായാലും ഇപ്പോൾ ആ ചർച്ചകൾക്കൊന്ന് തുടക്കമിട്ട് വയ്ക്കുകയാണ്. അത് ഈ നേരത്തെ ഡാൻ പറഞ്ഞതുപോലെ ഒരു വിലപേശലിനൊടുവിൽ നൽകുന്നതിനേക്കാൾ നേരത്തെ തന്നെ കോൺഗ്രസ് ഇക്കാര്യം തീരുമാനിച്ച് ലീഗിന് നൽകുക എന്ന രീതിയിലേക്ക് തന്നെ കാര്യങ്ങൾ നീങ്ങണം എന്നാണ് ലീഗിൻ്റെ ഉള്ളിലുള്ള ഒരു ആഗ്രഹം. അതാണ് ഇപ്പോൾ മുനവർന്ന തങ്ങളുടെ ഭാഗത്തു നിന്നും പുറത്തേക്ക് വന്നിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ ഈ ചർച്ചകൾ കൂടുതൽ സജീവമാവും. ഒരുപക്ഷെ ലീഗിൻ്റെ ഉപമുഖ്യമന്ത്രി ഉള്ള ഒരു മന്ത്രിസഭയായിരിക്കും UDF രൂപീകരിച്ചാൽ ഉണ്ടാവാൻ സാധ്യത. സജിത്ത്, യെസ്, അതാണ് സാഹചര്യം. എന്തായാലും അനീഷ് സൂചിപ്പിച്ചതുപോലെ ഈ നീക്കം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതിനിടയിൽ PK കുഞ്ഞാലിക്കുട്ടിയുടെ വിശദീകരണം കൂടി വരുന്നുണ്ട്. ഉപമുഖ്യമന്ത്രി സ്ഥാനം ആവശ്യപ്പെടില്ല എന്ന വ്യക്തതയാണ് അദ്ദേഹം വരുത്തുന്നത്. കാരണം ഉപമുഖ്യമന്ത്രി സ്ഥാനം ലീഗ് ആവശ്യപ്പെട്ടാൽ അതുണ്ടാക്കുന്ന സോഷ്യൽ ഇക്വേഷൻസ് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് കണക്കിലെടുത്തുകൊണ്ടുകൂടിയാണ് വളരെ കരുതലോടെ നീങ്ങാനുള്ള ഈ നീക്കം എന്നത് കൂടിയാണ് ഇപ്പോൾ മനസ്സിലാവുന്നത്. എന്തായാലും PK കുഞ്ഞാലിക്കുട്ടി വളരെ കരുതൽ തന്നെയാണ്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, തെരഞ്ഞെടുപ്പിൻ്റെ ഫലം പുറത്തു വരുന്നതിന് മുമ്പ് തന്നെ UDFൽ മന്ത്രിസഭാ സാധ്യതാ ചർച്ചകൾ തുടക്കമിട്ടു കഴിഞ്ഞു എന്ന കൗതുകകരമായ കാര്യങ്ങൾ കൂടി പുറത്തു വരുന്നു എന്നാണ് സാഹചര്യം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.